ദൃശ്യം 3 അങ്ങനെ വെറും 4 ദിവസം കൊണ്ട് 141 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നിറയെ റിവ്യൂസ് നല്ലതും ചീത്തയായിട്ട് കുറെ അധികം വന്നിട്ടുണ്ട്. ദൃശ്യം 3 ഞങ്ങൾ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. 1 and 2 പോലെ ട്വിസ്റ്റ് ഒന്നും ഇതിലില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ദൃശ്യം ഫ്രാഞ്ചൈസിലെ തന്നെ ഏറ്റവും മോശം പടമാണ് എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. സോ എന്റെ ഒരു ഒപ്പീനിയനിൽ ദൃശ്യം 3 അത്രയ്ക്കും ഒരു മോശം സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ജോർജ് കുട്ടിയുടെയും ഫാമിലിയുടെയും ശരിക്കുള്ള അവസ്ഥ എന്താണ്, ഇത്രയും നാളും ജോർജ് കുട്ടി കടന്നുപോയ മാനസികാവസ്ഥ എങ്ങനെയാണ്, രണ്ട് കുടുംബങ്ങളുടെ അവസ്ഥയും ഇമോഷണൽ സൈഡും ഒക്കെ എടുത്തു കാണിച്ചു തരുന്ന ഒരു സൈഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കഥയായിട്ടാണ് ദൃശ്യം 3 എനിക്ക് തോന്നിയത്. പിന്നെ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ജിത്തു സാർ പറഞ്ഞതാണ് ഇതൊരു ഇമോഷണൽ ഡ്രാമയാണെന്ന്. ബട്ട് ആ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്, ഇതൊരു അടിപൊളി ത്രില്ലർ കൂടെയാണ്. പ്രത്യേകിച്ച് ആ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് സ്റ്റോറി പോകുന്ന ഒരു പോക്ക് ഉണ്ട്, അടിപൊളിയായിട്ടാണ് എനിക്കത് തോന്നിയത്. ഓരോ കാര്യങ്ങളും പോയി കണക്ട് ആവുന്നതും പിന്നെ ക്ലൈമാക്സിലെ മുരളി ഗോപിയുടെ ഒരു നോട്ടമുണ്ട് മോഹൻലാലിന്, അതുമൊക്കെ ആയപ്പോൾ പടം എന്നെ എങ്ങോട്ടോ കൊണ്ടുപോയി. പക്ഷെ എന്നാലും കുറെ പേരൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ പോരായ്മകളും ഉണ്ട് പടത്തിൽ. ഡയലോഗ്സിന്റെ നാടകീയതയൊക്കെ നല്ലപോലെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ഫാമിലി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ സീനിൽ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടത്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇനി അതല്ലാതെ കുറച്ച് പേർക്കെങ്കിലും ഉള്ള കുറച്ച് ഡൗട്ടാണ് ഈ മൂവിയിലെ ആസിഡ് തിയറി. അതായത് ജോർജ് കുട്ടി വരുണിന്റെ ബോൺസ് ആസിഡ് വെച്ച് നശിപ്പിച്ചതല്ലേ, പിന്നെ അവരിനി അത് തേടി പോയാൽ കിട്ടുമോ എന്നത്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ജോർജ് കുട്ടി യൂസ് ചെയ്തെന്ന് പറയുന്ന ആസിഡ് അയാളുടെ റബ്ബർ കൃഷിക്കായിട്ട് മേടിച്ചതാണ്. അത് ടോക്സിക് ആണെങ്കിൽ പോലും അതിനെ ബോൺ ഇല്ലാതെയാക്കാനുള്ള കഴിവൊന്നുമില്ല. അതൊരു വലിയ അളവിൽ യൂസ് ചെയ്താൽ ആ ബോണിലുള്ള DNA ട്രേസസ് കുറെ റിമൂവ് ആക്കാൻ പറ്റും. അതും ജോർജ് കുട്ടിക്ക് ഏതെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടിയ ഐഡിയ ആവാനാണ് ചാൻസ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു ഐഡിയ അവിടെ ഉപയോഗിച്ച് നോക്കിയതാവാനും ചാൻസ് ഉണ്ട്. മാത്രമല്ല അതിനുവേണ്ടി ആൾ അധികം ആസിഡ് മേടിച്ചതായിട്ട് 3 മുരളി ഗോപിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. സോ അറ്റ് ലാസ്റ്റ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ജോർജ് കുട്ടി ആ ബോൺ അവിടെ നിന്ന് എടുത്ത് റീപ്ലേസ് ചെയ്ത് പകരം വേറൊരു ബോൺ വെച്ചതിന് ശേഷം ആ എടുത്തുകൊണ്ട് പോയ ബോൺ താൻ കണ്ട ഏതെങ്കിലും സിനിമയിൽ കാണിക്കുന്ന പോലെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആസിഡ് വെച്ച് DNA ട്രേസസ് നശിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി അതങ്ങനെ ആ ആസിഡ് യൂസ് ചെയ്യുകയും എന്നിട്ട് ഇതുകൊണ്ട് എങ്കിലും അവരോട് ചെയ്ത പാപങ്ങളൊക്കെ തീരട്ടെ, അവരൊന്ന് സമാധാനമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് വരുണിന്റെ ഫാമിലിക്ക് അതിൽ നിന്നൊരു ഭാഗം ശേഷക്രിയക്കായിട്ട് കൊടുക്കുകയും ചെയ്തതാവാം. എന്നിട്ട് ബാക്കി വന്നത് എവിടെയെങ്കിലും മറവ് ചെയ്തും കാണും. സോ ഇനി വേറൊരു കാര്യം ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ ഒരാളുടെ പോസ്റ്ററാണ്. ദൃശ്യം 2 കണ്ടതിന് ശേഷം ഒരു ചേട്ടൻ തനിക്ക് ദൃശ്യം 2 ഒരുപാട് ഇഷ്ടമായി, ഇനി 3 ചെയ്യാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ജിത്തു സാറിന് ഒരു ചെറിയ ഉള്ളടക്കം മെയിൽ ചെയ്തിരുന്നു. പക്ഷെ ഇതിൽ കാര്യം എന്താന്ന് വെച്ചാൽ അതിൽ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പൊ ദൃശ്യം 3യുടെ കഥ പറഞ്ഞു പോകുന്നത്. ഇത് ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം എന്ന് പറയുന്നവരും ഉണ്ട്. എന്നാൽ ഇത് വെച്ച് തന്നെയാണ് ജിത്തു സാർ പുതിയ കഥ ബിൽഡ് ചെയ്ത് എടുത്തതെന്ന് പറയുന്നവരും ഉണ്ട്. ഇനി ഇതിലെ ഫൺ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ മൊത്തത്തിലെ ദൃശ്യം പോലെ ഒരു സീരിയസ് കഥ പറച്ചിലല്ലായിരുന്നെങ്കിലും അതുപോലെയൊക്കെ ഉള്ള ഒരു പോർട്ടുള്ള ഡാർക്ക് കോമഡിയിൽ അവതരിപ്പിച്ച മോഹിനിയാട്ടം എന്ന സിനിമയിലെ ക്യാരക്ടേഴ്സും ദൃശ്യത്തിലെ ക്യാരക്ടേഴ്സും തമ്മിൽ സംസാരിച്ച എങ്ങനെയായിരിക്കും എന്ന് തമാശ രീതിയിൽ നല്ല ക്രിയേറ്റ് ചെയ്ത റേഡിയോ മാംഗോയുടെ കുറച്ച് പോസ്റ്റേഴ്സുകളും വന്നായിരുന്നു. അതും അടിപൊളിയായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യുകയും ഫണ്ണായിട്ട് പറയുകയും ചെയ്ത ഒരു കാര്യമാണ് ഇനി ഈ ജോർജ് കുട്ടിയുടെ കഥ ശരിക്കും ജിത്തു സാറിന്റെ റിയൽ ലൈഫിൽ സ്റ്റോറിയാണോ എന്നൊക്കെ. എന്റെ വീട്ടിൽ എന്റെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ കൊന്നു വിളിച്ചു. അതിനകത്ത് എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. ഇതൊക്കെ ഒരു ഫൺ റൂമർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പടത്തിന്റെ വ്യാജ പതിപ്പ് ടെലഗ്രാമിൽ പ്രചരിക്കുന്നു എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. ഇവന്മാരൊക്കെ എന്താ ചെയ്യണ്ടേ? പടം ഇറങ്ങിയിട്ട് വെറും 4 ഡേയ്സ് ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങളും ദൃശ്യം മൂവിനെ പറ്റിയുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അങ്ങ് അറിയിച്ചേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ.